ഓക്കെ, അപ്പോൾ നമുക്ക് അസേർട്ടീവ്നെസ് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. നമ്മളൊക്കെ ലൈഫിൽ മിക്കവാറും നീയിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, നീ അങ്ങനെ ചെയ്തു, നീ എൻ്റെ അഭിപ്രായം ചോദിച്ചില്ല, അപ്പോൾ എനിക്ക് ഹേർട്ടായി, അങ്ങനെയായിരിക്കും നീയിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു നല്ലൊരു രീതിയല്ല. നമുക്കതിന് പകരം ഐ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം. അതായത് എനിക്ക് എനിക്ക് പറയാൻ അവസരം ലഭിക്കാത്തപ്പോൾ എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി, എനിക്ക് ഭയങ്കര ഹേർട്ടായി എന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ എല്ലാ ഫീലിങ്സും നമ്മുടെ ഒപ്പീനിയൻസൊക്കെ നമുക്ക് മറ്റുള്ളവരോട് റെസ്പെക്റ്റ്ഫുള്ളി ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് നോ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതായത് സിറ്റുവേഷൻ അങ്ങനെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് റെസ്പെക്റ്റായിട്ട് നമുക്ക് പറയാം, ഇല്ല ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല, ഇന്ന് എനിക്ക് കമ്പനി തരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ കഴിയില്ല. അത് പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയുക. നമ്മൾ അതായത് നമ്മുടെ ചിലപ്പം ഡ്രസ്സ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫാമിലി ഒപ്പീനിയൻ എടുക്കുന്നതിലായിരിക്കാം, നമ്മുടെ ഐഡിയാസ് അവരോട് ഷെയർ ചെയ്യുക, നല്ല രീതിയിൽ ഷെയർ ചെയ്യുക. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലായിക്കോട്ടെ, ഒന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ, ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്ററാണ്, നമുക്കത് കൺവേ ചെയ്യാം. പിന്നെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ സ്ട്രെയിറ്റായി നിന്ന് സംസാരിക്കുക. അതായത് സ്ട്രെയിറ്റായിട്ട് അവരുടെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക. അപ്പം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസേർട്ടീവ്നെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ അസേർട്ടീവ്നെസ് നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാണ് ഈ അസേർട്ടീവ്നെസ്സിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കൈൻഡ്ലി വാച്ച്.